ഹലോ, വെൽക്കം ബാക്ക് ടു നിഷാസ് ഓയിൽ ചാനൽ. നമ്മൾ വിറകടുപ്പിലെ വിശേഷങ്ങളാട്ടോ. വിറകടുപ്പിൽ നമ്മളിന്ന് മീൻകറി വെക്കുകയാണ്. അപ്പോ മീൻകറി അടുപ്പത്തുണ്ട്, അത് അവിടെ കിടന്ന് ആവട്ടെ. അതിലേക്ക് ഇടാനുള്ളതൊന്ന് തിളച്ച് വെറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ മത്തി അതിലേക്ക് ഇടണം. പിന്നെ നമ്മളുടെ പഞ്ഞിമീൻ ഫ്രൈ ചെയ്തെടുക്കുകയും വേണം. ഈ ഇപ്പുറത്തെ ഗ്യാസിൽ നമുക്ക് പുട്ട് ചുട്ടാലോ? പുട്ട് ചുടാൻ ഒരു കുറ്റി പുട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചായ ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി പുട്ട് ചുടാനുള്ള കാര്യങ്ങൾ നോക്കാം. അത് പുട്ട് ചുടൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത് എന്താ അടുപ്പത്ത് വെക്കേണ്ടതെന്നുള്ള ചിന്തിക്കണം. അപ്പൊ ഞാൻ ഇന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് മാങ്ങാത്തോല് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാന്ന് വിചാരിക്കുകയാണ്. ആദ്യമായിട്ട് ചെയ്യാണ് കേട്ടാ. എനിക്ക് അങ്ങനെ തോന്നി. എവിടെന്നോ ഇതുപോലെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയ കാരണം ഇപ്പൊ മാങ്ങാത്തോലും ഉണ്ട് ഇഷ്ടം പോലെ. ഞാൻ വീട്ടിൽ പോയി വരുമ്പോഴൊക്കെ കൊണ്ടുവരും. ഈ മാങ്ങാത്തോല് തന്നെയാണ് മീൻകറിയിലും കുതിർത്തിട്ട് അരച്ചെടുക്കാറ് കേട്ടോ. നാളികേരത്തിന്റെ കൂടെ അരച്ചിട്ട് കറി ഉണ്ടാക്കാറ്. നല്ല സ്വാദാണ് മാങ്ങാത്തോലിൽ മീൻകറി വെക്കുമ്പോൾ. അങ്ങനെ പുട്ടാവുന്നുണ്ട്. അതൊക്കെ രണ്ടു കുറ്റി പുട്ട് ചുട്ടു. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മാങ്ങാത്തോല് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ. കഴുകി വെച്ച മാങ്ങാത്തോല് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ചൂടായി വരുമ്പോ വെളിച്ചെണ്ണ ഒഴിക്കുക, ഉലുവ കടുകിട്ട് പൊട്ടിക്കുക, പിന്നെ ഉണക്കമുളക് വേണമെങ്കിൽ ഒന്ന് ചേർക്കാം, പിന്നെ അതുപോലെ കറിവേപ്പില ചേർക്കാം, പിന്നെ മുളക് പൊടി, പിന്നെന്താ സാമ്പാർ പൊടി, ഒരു നുള്ളുപ്പ്. കാരണം ഉപ്പ് കൂടരുത്. നമ്മൾ മാങ്ങാത്തോലില് ഉപ്പ് ചേർത്തിട്ടാണ് ഉണക്കി വെക്കുന്നത്. അത് ഞാൻ പിന്നെ കഴുകിയത് കൊണ്ട് അതിൽ നിന്ന് കുറച്ച് ഉപ്പൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ ഒരു ഉപ്പ് പാകത്തിന് വേണ്ടേ. അതുകൊണ്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളുടെ കഴുകി വെച്ച മാങ്ങാത്തോല് അതിലിട്ടിട്ടൊന്ന് വഴറ്റുക. അപ്പോഴേക്കും ഉണ്ണിക്കുട്ടനോട് നാളികേരം പൊളിക്കാൻ പറഞ്ഞപ്പോ കുറച്ച് മടിയൊക്കെ കാണിച്ചെന്നാല് പോയിട്ട് നാളികേരം പൊളിച്ച് തരുന്നുണ്ട് കേട്ടാ. അപ്പൊ അതൊക്കെ പൊളിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് വേഗം പണികൾ കഴിയും. അങ്ങനെ അതവിടെ അവൻ ചെയ്യട്ടെ. അപ്പോഴേക്ക് നമുക്ക് മാങ്ങാത്തോല് മെഴുക്ക് വരട്ടിക്കുള്ള കാര്യങ്ങൾ തയ്യാറാക്കാട്ടാ. പുട്ടായിട്ടുണ്ട്, അതൊന്ന് മാറ്റി വെക്കട്ടെ. ഇനി ചുടാനൊന്നുമില്ല. രണ്ട് കുറ്റി പുട്ട് തന്നെയാണ് ചുടണുള്ളൂ. ഞാൻ ഉണ്ണിക്കുട്ടനും കഴിക്കാനുണ്ട്. ഇനി നമ്മുടെ ഫ്രൈ പാൻ കഴുകിയതൊന്ന് അടുപ്പത്ത് വെച്ച് പുട്ട് കുറ്റിന്ന് പുറത്തേക്ക് എടുത്തു. ഇനി അതാണ്ട് മാറ്റി വെച്ചു കേട്ടാ. ഇനി നമ്മളുടെ ചട്ടി ചൂടായിട്ടുണ്ട്. കടുകും ഉലുവയും വെളിച്ചെണ്ണയിൽ പൊട്ടിച്ച് മസാലകൾ ചേർക്കുക. ഞാനിപ്പോ ഇവിടെ ചേർത്ത് സാമ്പാർ പൊടി, അതുപോലെ തന്നെ സാമ്പാർ പൊടി, പിന്നെന്താ മുളക് പൊടി, ഒരു നുള്ളുപ്പും. അപ്പോഴേക്കും നാളികേരം പൊളിച്ചിട്ട് കുറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി അത് ആവശ്യമുള്ളപ്പോ നമുക്ക് എടുത്താൽ മതിയല്ലോ. അപ്പൊ ഒഴിവുള്ളപ്പോഴൊക്കെ ഞാൻ അവനോട് പറയാറാണ്. അതൊന്ന് വഴണ്ട് വരുമ്പോ നമ്മളെ മാങ്ങാത്തോല് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മളെ മാങ്ങാത്തോല് മെഴുക്ക് വരട്ടി റെഡിയായി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും നന്ദി.